അതുകൊണ്ടാണ് മന്ത്രത്തിനും ബന്ധനത്തിനും ഇതുപോലുള്ള ക്രമീകരണത്തിനൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യന് തന്നെ അവന്റെ പരിണാമത്തെ അതുകൊണ്ടല്ല ആത്മീയത ഒരു ഫിലോസഫി അല്ല. അങ്ങ് ചോദിച്ചതുപോലെ കർമ്മമോചനം, നമ്മൾ ഏതൊരു വ്രതശുദ്ധിയും ഫാസ്റ്റിങ്ങും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കർമ്മത്തിൽ നിന്നുള്ളൊരു നമുക്കൊരു അഴിവ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ കുണ്ടലിനി എനർജി അത്രത്തോളം ഉയർത്തുന്ന ആളുകളാണ് ഈ അവധൂതർ എന്നൊക്കെ അറിയപ്പെടുന്നത്. കുണ്ടലിനി ഇവര് ഉയർത്തുന്നതല്ല, അതൊരു ജീവസമാധി അവസ്ഥയിലേക്ക് എത്തുന്ന ആൾക്കാരാണ്. നമ്മുടെ ഭാവന അവസാനിപ്പിക്കുമ്പോഴേ മോചനം സംഭവിക്കും. അതുകൊണ്ടായിരിക്കും ശവത്തെ പോലും ശിവം എന്ന് പറയാം. അതെ, ഈ സൈക്കിളിൽ നിന്ന് മോചനപ്പെടണമെങ്കിൽ ഭാവന നമ്മളിൽ നിന്ന് പോകണം. നമുക്ക് ഈ അവധൂതരായിട്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അവര് ജീവിച്ചിരിക്കുന്ന സമയത്ത് അത്രത്തോളം സിദ്ധന്മാരെ പോലെ അങ്ങനെ ഊർജം അവരിൽ നിന്ന് പകർന്നു കൊടുക്കാൻ അങ്ങനെയുള്ള വിദ്യകളൊന്നും അവർക്കില്ലെങ്കിലും ബാബാജിയെ പലയിടങ്ങളിൽ കണ്ട ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ശ്രീയം പോലുള്ള അവരൊക്കെ പറയുന്ന കാര്യമുണ്ട്, ബാബാജിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതേ എനർജിയിൽ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. അവരെല്ലാം ആ ഒരു ഊർജത്തെ അത്രത്തോളം ഉയർത്തിയെടുത്തതുകൊണ്ടാകും. അതും ഈ സമാധിയും കൂടി കമ്പയർ ചെയ്യരുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉയർന്ന യോഗികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അത് വിശുദ്ധിയെ മാസ്റ്റർ ചെയ്യണം. എല്ലാ യോഗികൾക്കും പറ്റില്ല. ഇപ്പം നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളൊന്നും തന്നെ സൂക്ഷ്മത്തിൽ അതേപോലെ നിൽക്കുന്നില്ല. അവരെല്ലാം നിർവ്വാണ അവസ്ഥയിൽ എത്തിച്ചേർന്നു. അവരെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ശിവബോധമായി അലിഞ്ഞു. എന്നാൽ ബാബാജിയെ പോലെയും ചില സിദ്ധയോഗി വള്ളയാർ സിദ്ധരൊക്കെ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ വിശുദ്ധിയെ മാസ്റ്റർ ചെയ്ത മാന്ത്രികന്മാരാണ്. അതുകൊണ്ട് അവർ നിർമ്മാണക്കായ എന്ന് പതഞ്ജലി സൂത്രത്തിൽ പതഞ്ജലി മഹർഷി പോലും അതിനെ വർണ്ണിച്ചിട്ടുണ്ട്. നിർമ്മാണക്കായ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. പക്ഷെ ഏറ്റവും ഒരു അഡ്വാൻസ്ഡ് യോഗികൾക്ക് മാത്രമേ അത് അച്ചീവ് ചെയ്യാനും പറ്റുള്ളുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഉദ്ദേശം ഒറ്റൊന്നേ ഉള്ളൂ, ഐ ആം നോട്ട് എ ബോഡി, ഐ ആം നോട്ട് ഈവൻ ദ മൈൻഡ്. ഈ ഒരു തിരിച്ചറിവിലേക്കാണ് എല്ലാ ആത്മീയ സാധനങ്ങളും. എന്നാൽ സൃഷ്ടിയിൽ മറ്റുള്ള ശക്തികളുണ്ട്. 114 അടിസ്ഥാന ശക്തികൾ കൊണ്ടാണ് സൃഷ്ടി ഇന്ന് നിലനിൽക്കുന്നത്. അപ്പം 112 വർഷത ഊർജത്തിൽ നിന്ന് മനുഷ്യ പരിണാമത്തിലുമുണ്ട്. വ്യത്യസ്തമായ ഊർജങ്ങളാണ്. നാഗം അല്ലെ സർപ്പം, താഴെക്കൂടെ എഴുതുന്ന ഒരു സർപ്പത്തിന് പല ഊർജങ്ങളെ അതിൻ്റെ ആവാഹിക്കുള്ള കഴിവുണ്ട്. അതിൻ്റെ ത്വക്കിൻ്റെ ഒരു ഗുണമാണത്. അതേപോലെ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അത് കിട്ടുന്നില്ല. പക്ഷെ മനുഷ്യ ത്വക്കിനും ആ കഴിവുണ്ട്. മനുഷ്യനും വ്യത്യസ്തമല്ല അതിശയമായി നിൽക്കുന്ന പല സൃഷ്ടിയുടെ ശക്തികളെ ആവാഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് യോഗയുടെ ഭാഷയിൽ നാഡിക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നത്. ഗുരുജി നമസ്കാരം. നമസ്കാരം. അങ്ങേ ഗുരുജി, ശിവനും ശിവരാത്രി ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമാണ്. ശിവന്റെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്നവർക്കാണെങ്കിലും സിദ്ധയോഗികൾക്കാണെങ്കിലും അവരെ ഓരോരുത്തരും ശിവനെ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഈ സിദ്ധ പരമ്പരയിൽ അല്ലെങ്കിൽ ഗുരു പരമ്പരയിൽ എങ്ങനെയാണ് ശിവരാത്രി കാണുന്നത്? ശിവരാത്രി മനുഷ്യ പരിണാമത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രാത്രിയാണ്. സൃഷ്ടിയുടെ ഏറ്റവും കൂടുതൽ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം. അതിൽ സിദ്ധപരമ്പരയിൽ ശിവരാത്രിയെ കാണുന്നത്, ശിവനെ അർത്ഥമാക്കുന്നത് സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും അടിസ്ഥാനമായിട്ടാണ്. നമ്മൾ ശിവനെ അറിയുന്നത് ഏറ്റവും അങ്ങേയറ്റത്തെ ശൂന്യതയെ അറിയുക എന്നുള്ളതാണ്. സൃഷ്ടി ഒരു ശൂന്യമാണ്. നമ്മുടെ ഉള്ളിലെ ശൂന്യത്തെ അറിയുക എന്നുള്ളതാണ് ശിവനെ അറിയുക എന്ന് പറയുന്നത്. സ്റ്റിൽനെസ്, മെഡിറ്റേഷൻ എന്ന സ്റ്റിൽനെസ് ആണ്. അതൊരു അവബോധവുമാണ്. ഈ കുണ്ടലിനി എനർജി, അപ്പം നമ്മളെല്ലാവരും ശിവരാത്രിയിൽ അത്രത്തോളം ശിവരാത്രിയിൽ വ്രതം എടുക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുന്ന നമ്മുടെ ശരീരവും മനസ്സും അത്രത്തോളം പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല രീതിയിലുള്ള വിദ്യകൾ ഉപയോഗിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കുണ്ടലിനി യോഗം അല്ലെങ്കിൽ കുണ്ടലിനി എനർജിയെ നമ്മൾ ഉത്തേജിപ്പിക്കുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കുണ്ടലിനി എനർജി ഉത്തേജിപ്പിക്കുന്നത്? നമുക്ക് ശിവരാത്രിയുടെ ഊർജത്തെ ഒരു സാധന പ്രക്രിയയിലൂടെ കടന്നു എന്നൊക്കെ അവരുടെ പൂർണ്ണത്വത്തിനെ റിയലൈസേഷൻ ചെയ്യാൻ പറ്റും. അങ്ങ് ചോദിച്ചതുപോലെ കർമ്മമോചനം, നമ്മൾ ഏതൊരു വ്രതശുദ്ധിയും ഫാസ്റ്റിങ്ങും ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കർമ്മത്തിൽ നിന്നുള്ളൊരു നമുക്കൊരു അഴിവ് സംഭവിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടും അഴിവ് സംഭവിപ്പിക്കാനായിട്ടാണ് നമ്മൾ മന്ത്രജപം, യജ്ഞം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അന്നദാനം, ഇതൊക്കെ തന്നെ നമ്മൾ പൂന്താനം പറഞ്ഞിട്ടുള്ള പോലെ സത്കർമ്മങ്ങളുടെ, നമ്മുടെ പുണ്യകർമ്മങ്ങളുടെ ആ ഒരു വാസന നമ്മളിൽ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യണം. അത് അന്നദാനമാവാം, നമ്മൾ ഗുരുവിനോടൊപ്പം ഇരുന്ന് മന്ത്രദീക്ഷ ജപിക്കുന്നതാവാം. അതൊക്കെ നമുക്കുള്ളൊരു സാധ്യതയായി തീരും. അപ്പം ശിവരാത്രി എന്ന് പറയുമ്പം പലർക്കും പല ഗൃഹസ്ഥത്തിലുള്ളൊരു ആ രീതിയിൽ അതിനെ കൈകാര്യം. ചിലർ വീട്ടിലുള്ള അമ്മമാരൊക്കെ, ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് അമ്മയൊന്നും ഉറങ്ങില്ല ശിവരാത്രിയുടെ അന്ന്. നമുക്ക് ഇതിന്റെ സാധ്യത ഒന്നും അറിയില്ല, നമ്മൾ കിടന്നുറങ്ങും. അതെ. പക്ഷെ ഒരു സമയം എത്തുമ്പം
ശിവരാത്രി എന്താണെന്നും അന്നത്തെ ദിവസം ഇന്നൊക്കെ നമുക്ക് ശിവരാത്രി അന്ന് എന്നെയൊന്നും പിടിച്ചൊന്നും കടത്താൻ പറ്റില്ല, തന്നെ എണ്ണിട്ട് വരും. നട്ടലത്തോളം ഊർജം കൊണ്ട് നിറഞ്ഞു നിൽക്കുവാണ്. ഒരു സംശയം ചോദിക്കട്ടെ, അപ്പോൾ ഈ കുണ്ടലിനി എനർജി അത്രത്തോളം ഉയർത്തുന്ന ആളുകളാണ് ഈ അവധൂതർ എന്നൊക്കെ അറിയപ്പെടുന്നത്? കുണ്ടലിനി ഉയർത്തുന്നതല്ല, അതൊരു ജീവസമാധി അവസ്ഥയിലേക്ക് എത്തുന്ന ആൾക്കാരാണ്. ജീവസമാധി അവസ്ഥ എന്ന് വെച്ചാൽ സമാധിയിൽ പല തലങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു സമാധിയിലുള്ള ആളാണ്. അപ്പോൾ ആ സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ബാലൻസ് ചെയ്യാനും കൂടി ഒന്നുണ്ട്. അത് നമ്മുടെ ശരീരഘടനയെ അത്രത്തോളം മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇങ്ങനെ സമാധി അവസ്ഥയിൽ നിന്ന് ഭൗതികപരമായ ചിന്താഗതികളും പ്രവർത്തന സജീവമാകാൻ പറ്റുള്ളൂ. ചില ആളുകൾ അതിൽ നിന്ന് അവർക്കത് കൺട്രോൾ ചെയ്യും. ഒരു ബോഡിയെ മാസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പം അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തും, ജീവമുക്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പം ഞാൻ അങ്ങ് പറയുമ്പോൾ ഞാൻ അങ്ങക്ക് അതിനുള്ള മറുപടി തരുന്നു. ഇത് നമ്മുടെ ഒരു ബോധവും മനസ്സും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവബോധത്തിന്റെ പൂർണ്ണ അവസ്ഥയിൽ നമ്മൾ ശൂന്യമാണ്. മനസ്സിലായോ? നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയും, ഈ ഇടയ്ക്ക് നമ്മുടെ സാധനയിലുള്ള ഒരാൾക്ക് ഭവസമാധിയുടെ അവസ്ഥ എത്തി. ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം അത് നിന്നു. സാധനം എല്ലാം കഴിഞ്ഞ് കുട്ടിക്ക് പോകും സമയമായിട്ട് നിൽക്കുകയാണ്. വളരെ കോർപ്പറേറ്റ് ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. കോഫി ഇടാൻ പോകുമ്പം കോഫി ഏതാന്ന് പോലും ഓർമ്മയില്ല, എങ്ങനെ ഇടണമെന്ന് ഓർമ്മയില്ല. നമ്മൾ ശരിക്കും പ്രാന്തായതാണ്, അല്ലെ അവർ മാനസികം നല്ല തെറ്റ്. അതല്ല, ആ സ്റ്റേറ്റ് വേറൊന്ന്, ആനന്ദത്തിൻ്റെ വേറൊരു അവസ്ഥയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ എന്താണ് മുക്തി എന്ന് പറയുന്നത്, സങ്കല്പം എന്നില്ലാതാകുന്നു അന്നൊരു വ്യക്തി മോശപ്രാപ്തിയിലേക്ക് എത്തുന്നു. കർമ്മം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? സങ്കല്പത്തിലൂടെ, പ്രവൃത്തിയോടെ അല്ല. സങ്കല്പമാണ് കർമ്മമായി തീരുന്നത്. അപ്പോൾ ഈ സങ്കല്പത്തിന് ഇല്ലാതാക്കണം എന്താണ്? നമ്മുടെ തലച്ചോറിൻ്റെ പകുതി ഭാഗം ഇല്ലാതാവണം. അതെ, നമ്മുടെ ഭാവന അവസാനിക്കണം. ഭാവന അവസാനിപ്പിക്കുമ്പോഴേ മോചനം സംഭവിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കും ശവത്തെ പോലും ശിവം എന്ന് പറയാം. അതെ, ഈ സൈക്കിളിൽ നിന്ന് മോചനപ്പെടണമെങ്കിൽ ഈ ഭാവന നമ്മളിൽ നിന്ന് പോകണം. നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനകാലവും ഒന്നുമില്ലാതെ നമ്മൾ ശൂന്യമായി തീരണം. ആ അവസ്ഥയെ സമാധി എന്ന് പറയുന്നത്. അവധൂതർ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നവരാണ്. അവർ പൂർണ്ണ മുക്തരാണ്. അതുകൊണ്ടാണ് അവർ സമാധി പോകുന്നിടത്തും അത്രത്തോളം ഊർജം കൊണ്ട് നിറയുന്നത്. രമണ മഹർഷി എന്ത് സംസാരിച്ചു? രമണ മഹർഷി എന്താ മറ്റുള്ളവർക്ക് വേണ്ടി പരിണാമം കൊടുത്തത്? പക്ഷെ എത്രത്തോളം ആളുകളാണ് അവിടെ ഓടിയെത്തുന്നത്. കുണ്ടലിനി വീഴുന്ന ഏതൊരാൾക്ക് ആ ഊർജത്തെ അറിയാൻ പറ്റുന്നല്ലേ? നമുക്ക് ഈ അവധൂതരായിട്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അവര് ജീവിച്ചിരിക്കുന്ന സമയത്ത് അത്രത്തോളം സിദ്ധന്മാരെ പോലെ അങ്ങനെ ഊർജം അവരിൽ നിന്ന് പകർന്നു കൊടുക്കാൻ അങ്ങനെയുള്ള വിദ്യകളൊന്നും അവർക്കില്ലെങ്കിലും അവരുടെ സമാധി ശേഷം വളരെയേറെ ഒരു അവസ്ഥയിലെത്തും. എന്നുവെച്ചാൽ അവരാർക്കും, നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഞാനും അങ്ങ് ഇരുന്ന് സംസാരിക്കുന്നു, ഞാൻ അങ്ങക്ക് ഒരു ഊർജം പകരണമെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഇൻറ്റൻഷൻ വേണ്ടേ? അവർക്ക് ആ ഇൻറ്റൻഷൻ ഇല്ല. അതുകൊണ്ട് അവരിന്ന് ഊർജം അങ്ങനെ കമ്പനം കൊണ്ട് അതിലേക്ക് എത്തണമെന്നില്ല. പക്ഷെ മരണശേഷം അത് എന്തായാലും അവരുടെ പോലും ഇൻറ്റൻഷൻ ഇല്ല. കുണ്ടലിനി അത്രയും ഉയർന്നു പോകും. പണ്ട് ശ്രീരാമ പരമഹംസം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, 7ാം ചക്രത്തിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല, ശരീരമില്ല. അപ്പോൾ 6 ചക്രങ്ങളിൽ സജീവമായിട്ടേ ഉള്ളവർ 6 ചക്രത്തിൽ അവർ എനർജി ലോക്കായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സമാധി എന്ന് പറയുന്നത്, ജീവസമാധി അവസ്ഥയിലേക്ക്. 7ാം ചക്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പോലും ഇൻറ്റൻഷൻ ഇല്ല, അത് ശിവമായി തീർന്നു. അതുകൊണ്ട് ആ എനർജി അവിടെ വ്യാപിക്കും. ഏതൊരു വ്യക്തിക്കും ഏതൊരു സാധന ചെയ്യാനും, ഒരു മന്ത്രസാധനയാവട്ടെ, എന്തൊരു ക്രമീകരണത്തിലൂടെ പോകുമ്പോഴും അത് ഉയർന്നൊരു സാധ്യതയെ തീരും അവരുടെ ഊർജം. അതുകൊണ്ടാണോ ഈ നമ്മൾ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ സമാധിയായി പോയി എന്ന് പറയുന്ന പലരെയും നമുക്ക് പിന്നീട് ദർശിക്കാൻ കഴിയുന്നത്? ആ ഒരു എനർജി പിന്നീടും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതെ, സൂക്ഷ്മമായിട്ട് അവരുടെ ഊർജം എപ്പോഴും ഇവിടെ തന്നെ കാണും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളൊക്കെ പറയുന്നൊരു കാര്യമാണ് ബാബാജിയെ പലയിടങ്ങളിൽ കണ്ട ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ശ്രീയം പോലുള്ള അവരൊക്കെ പറയുന്ന കാര്യമുണ്ട്, ബാബാജിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതേ എനർജിയിൽ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. അവരെല്ലാം ആ ഒരു ഊർജത്തെ അത്രത്തോളം ഉയർത്തിയെടുത്തതുകൊണ്ടാകണം. അതും ഈ സമാധിയും കൂടി കമ്പയർ ചെയ്യരുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉയർന്ന യോഗികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ്. അത് വിശുദ്ധിയെ മാസ്റ്റർ ചെയ്യണം. അത് ഈ സൃഷ്ടിയുടെ ഒരു മാന്ത്രിക വശമുണ്ട്. ആ മാന്ത്രികതയെ വശമാക്കിയവർക്ക് മാത്രമേ ആ അവസ്ഥയിൽ സൂക്ഷ്മമായി നിലനിൽക്കാൻ പറ്റുള്ളൂ. അത് എനർജി ബോഡി. പലപ്പോഴും ആളുകൾ അതുകൊണ്ടായിരിക്കും ഇതിലെന്തോ രഹസ്യമുണ്ട്. രഹസ്യമുണ്ട്. അത് എല്ലാ യോഗികൾക്കും പറ്റില്ല. ഇപ്പൊ നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളൊന്നും തന്നെ സൂക്ഷ്മത്തിൽ അതേപോലെ നിൽക്കുന്നില്ല. അവരെല്ലാം നിർവ്വാണ അവസ്ഥയിൽ എത്തിച്ചേർന്നു. അവരെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ശിവബോധമായി അലിഞ്ഞു. എന്നാൽ ബാബാജിയെ പോലെയും ചില സിദ്ധയോഗി, വള്ളയാർ സിദ്ധരൊക്കെ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ വിശുദ്ധിയെ മാസ്റ്റർ ചെയ്ത മാന്ത്രികന്മാരാണ്. അതുകൊണ്ട് അവർ നിർമ്മാണക്കായ എന്ന് പതഞ്ജലി സൂത്രത്തിൽ പതഞ്ജലി മഹർഷി പോലും അതിനെ വർണ്ണിച്ചിട്ടുണ്ട്. നിർമ്മാണക്കായ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. പക്ഷെ ഏറ്റവും വരുന്ന അഡ്വാൻസ്ഡ് യോഗികൾക്ക് മാത്രമേ അത് അച്ചീവ് ചെയ്യാനും പറ്റുള്ളുന്നുണ്ട്. അത് ജന്മന അത്രയും ഉയർന്ന തലത്തിൽ വരണോ യോഗി. വന്നു കഴിഞ്ഞാൽ അവർക്ക് സൂക്ഷ്മമായി തുടരാനും പറ്റും. ഡിസേബിൾസിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്ത് വലിയൊരു ആത്മീയ
പരിണാമം സംഭവിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അതങ്ങനെ ഒരു അവസ്ഥയാണ്. അല്ല, ഇവരിൽ നിന്നും കൈമാറി വരുന്ന ഈ മന്ത്രദീക്ഷകളുണ്ടല്ലോ, പല ദീക്ഷകളുണ്ട്, ഓരോ യോഗികളിൽ നിന്നും കൈമാറി വരുന്ന ദീക്ഷകൾ. ആ ദീക്ഷകൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുന്നത്? അല്ല, മന്ത്രദീക്ഷകളുണ്ട്. ഇപ്പൊ ഒരു പരമ്പരയിലെല്ലാം തന്നെ അതാത് മന്ത്രമുണ്ട്. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന മന്ത്രം എത്രയോ എൻ്റെ മുൻപേ വന്നു പോയിട്ടുള്ള പരമ്പരയുള്ള ആളുകളിൽ നിന്ന് കിട്ടിയ ശക്തിയിലാണ് ഞാൻ മറ്റുള്ളവർക്കും പകരുന്നത്. ഞാനൊരു സംശയം, ശിവന്റെ മന്ത്രമോ പഞ്ചാക്ഷരി മന്ത്രം, അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അഷ്ടാക്ഷരി, അപ്പം ഓരോ മന്ത്രങ്ങളുണ്ട്. അത് നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്ന മന്ത്രങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ജപിച്ചാൽ പോരെ? മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ദീക്ഷ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പം ഒറ്റയ്ക്ക് ജപിക്കുമ്പം നമ്മൾ ജപിക്കുകയാണ്. നമ്മൾ മനസ്സിലത്, നമ്മുടെ മനസ്സിന് സങ്കല്പം ഉണ്ടാകുന്നുണ്ട്, നമ്മൾ ശിവനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ഭാവനയിലാണ് ജപിക്കുന്നത്, നമ്മുടെ മനസ്സവിടെയും മനസ്സാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു ഗുരു മന്ത്രദീക്ഷ കൊടുക്കുമ്പം നിങ്ങളത് പ്രവർത്തിക്കുകയാണ്, നിങ്ങൾ അറിയുന്നില്ല അത്. ആ മന്ത്രദീക്ഷ നൽകുന്ന സമയം നിങ്ങളിൽ ഒരു പർട്ടിക്കുലറായിട്ടുള്ള വൈബ്രേഷൻ ഒന്ന് തട്ടുന്നുണ്ട്. നിങ്ങളുടെ ആജ്ഞാചക്രം, അനാഹത, വിശുദ്ധി, ആജ്ഞ, എല്ലാ ചക്രങ്ങളും ഒരു കമ്പനം കൊള്ളുന്നുണ്ട്. അവിടെ നിങ്ങളെന്ന് പറയുന്ന ഒന്നില്ല. അവിടെ നിങ്ങളുടെ കർമ്മം എന്ന് പറയുന്ന ഒന്നില്ല, മനസ്സില്ല. കർമ്മമില്ലാതായ മനസ്സില്ല. ആ സ്റ്റേറ്റാണ് ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ എടുത്തു കഴിയുമ്പോൾ. ഗുരു മന്ത്രദീക്ഷ കൊടുത്താൽ എന്താ പ്രത്യേകത? ആ മന്ത്രം നിരന്തരം മുഴങ്ങും നമ്മളിൽ. നമ്മൾ വെറുതെ ഇരുന്നാലും ആ കമ്പനം നമ്മളിൽ കൊള്ളും. ഗുരുവിൻ്റെ ഊർജ്ജമാണ് പകരുന്നത്. അതേസമയം നമ്മൾ ചിലപ്പോൾ 10,000 തവണ ജപിക്കണം, ചിലപ്പോൾ ഹിമാലയയിൽ പോയിരുന്ന് ജപിക്കണം. പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല. നമ്മൾ കർമ്മത്തിലാണ് പ്രവർത്തിക്കുന്നത്. എവിടെ ഇരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ. ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ എടുത്ത കർമ്മത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ദീക്ഷ എടുക്കുന്നത്. നമ്മുടെ കർമ്മം പോയി കിട്ടി. കർമ്മത്തിൽ നിന്ന് നമ്മൾ മുക്തരായിട്ടാണ് നമ്മൾ മന്ത്രദീക്ഷ എടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആത്മീയ സാധ്യത തുറന്നു കിട്ടുന്നത്. അങ്ങനല്ലേ മെഡിറ്റേഷൻ ചെയ്യുന്നു, മന്ത്രം ജപിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു. കുറച്ച് ജപിച്ചു നോക്കി, എത്ര ചിന്തകൾ വന്ന് കയറും. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു 10-100 ചിന്തകൾ കയറി വന്നേക്കാം. ഓം നമഃ ശിവായ ജപിക്കുന്ന സമയം എന്നാൽ ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്തിട്ട് മന്ത്രം ജപിച്ചു നോക്കി. നിങ്ങൾ ജപിച്ച് കുറച്ച് കഴിയും നിങ്ങൾ തന്നെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക്, ശൂന്യതയിലേക്ക് കടന്നു. ഞാൻ ഒരു സംശയം ഇവിടെ, ഇപ്പം ഓരോ ഗുരുക്കന്മാർക്കും ഓരോ എനർജി ആയിരിക്കും, ഓരോ തലങ്ങളായിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ക്രമങ്ങളായിരിക്കും ഓരോ ഗുരുക്കന്മാർക്കും ഉള്ളത്. അപ്പം അവർ കൈമാറി വരുന്ന ഓരോ സൂത്രങ്ങൾക്കും എന്തുകൊണ്ടാണ് ഇത്രയേറെ വ്യത്യസ്തതകൾ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും എല്ലാ ആത്മീയ പ്രസ്ഥാനം, എല്ലാത്തിൻ്റെ ഉദ്ദേശം ഒറ്റൊന്നേ ഉള്ളൂ. ഐ ആം നോട്ട് എ ബോഡി, ഐ ആം നോട്ട് ഈവൻ ദ മൈൻഡ്. ഈ ഒരു തിരിച്ചറിവിലേക്കാണ് എല്ലാ ആത്മീയ സാധനങ്ങളും. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഗുരുക്കന്മാരുടെ ഊർജം വ്യത്യസ്തമാണ് എല്ലാവരുടെയും. അവർ ചെയ്തിരിക്കുന്ന സാധന പ്രക്രിയയുടെയും ആ ഉപാസന മൂർത്തിയുടെയും. ഇപ്പം ശിവനെ നമുക്ക് പൂർണ്ണത്വമാക്കി നിർത്തിക്കൊണ്ട് ഒരു കാര്യം നമുക്കിവിടെ ക്രമീകരിക്കാൻ പറ്റില്ല. ശിവൻ ഒരു അവബോധമാണ്. എന്നാൽ സൃഷ്ടിയിൽ മറ്റുള്ള ശക്തികളുണ്ട്. 114 അടിസ്ഥാന ശക്തികൾ കൊണ്ടാണ് ഈ സൃഷ്ടി ഇന്ന് നിലനിൽക്കുന്നത്. അപ്പം 112 വർഷത ഊർജത്തിൽ നിന്ന് മനുഷ്യ പരിണാമത്തിലുമുണ്ട്. വ്യത്യസ്തമായ ഊർജങ്ങളാണ്. ഈ വ്യത്യസ്തമായി ഇപ്പം നമ്മൾ യോഗയുടെ ഭാഷയിൽ നാഗത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. അതെ, ഒരു നാഗത്തിന് സൃഷ്ടിയിൽ നിന്നുള്ള അതിശയമായി നിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഊർജങ്ങളെ അതിന് ആവാഹിക്കാൻ പറ്റും. ശിവനുമായിട്ടാണെങ്കിൽ പോലും നിത്യതയാണ് ആ ഒരു സർപ്പത്തെ സൂചിപ്പിക്കുന്നത്. നാഗം അല്ലെ സർപ്പം, താഴെ കൂടെ എഴുതുന്ന ഒരു സർപ്പത്തിന് പല ഊർജങ്ങളെ അതിൻ്റെ ആവാഹിക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ത്വക്കിൻ്റെ ഒരു ഗുണമാണത്. അതേപോലെ ഒരു മനുഷ്യൻ ജനിക്കുമ്പം തന്നെ അത് കിട്ടുന്നില്ല. പക്ഷെ മനുഷ്യ ത്വക്കിനും ആ കഴിവുണ്ട്. മനുഷ്യനും വ്യത്യസ്തമല്ല അതിശയമായി നിൽക്കുന്ന പല സൃഷ്ടിയുടെ ശക്തികളെ ആവാഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് യോഗയുടെ ഭാഷയിൽ നാഡിക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നത്. 72,000 നാഡി പിങ്കളയായിട്ടും അതേപോലെ ഇടയാവുന്ന നാഡി 72, മൊത്തം 1,44,000 നാഡികളിലൂടെ നമുക്ക് നമ്മൾ സ്പന്ദിക്കുന്നത്. അതല്ലേ എനർജി ഫിസിക്കലാന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമുക്കൊരു ഊർജ്ജം വന്ന് അടിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പോലും അവിടെ അറിയുന്നുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ആ കമ്പനം കൊള്ളുന്നതെന്ന്. അപ്പോൾ ഒരു വിശുദ്ധിയിൽ എനർജി ഫീൽ ചെയ്ത് അപ്പോൾ ഇങ്ങനെ കൊളുത്തിപ്പിടിക്കും. അനാഹതയിലാകുമ്പോൾ അവിടെ ഇങ്ങനെ കൊളുത്തിപ്പിടിച്ച് നിൽക്കും. നമ്മൾ അറിയുന്ന ഓരോ എനർജിയും നമ്മൾ കമ്പനം ഉണ്ടാക്കും. നമ്മൾക്കത് നമ്മുടെ ത്വക്കിനറിയാൻ പറ്റും. നമുക്കത് റിയലൈസേഷൻ ചെയ്യാൻ പറ്റും അത് എനർജിയാണെന്നുള്ളത്. ആ സ്റ്റേറ്റിലേക്ക് കടക്കുന്ന അവസ്ഥയിലേക്കാണ് എനർജി. അതുകൊണ്ട് ഈ 112 വർഷങ്ങളുടെ എനർജി നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ത്വക്കും അതിനെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നാഗത്തിന് നമ്മൾ ഇത്ര പ്രാധാന്യം നൽകുന്നത്. എന്തുകൊണ്ടാണ് വിഭൂതി തൊടുക, ഭസ്മം തൊടുക എന്ന് പറയുന്നത്? ഭസ്മമാണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. പരിശുദ്ധമാക്കുക. നമ്മൾ ഈ ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആധാരചക്രങ്ങളിൽ ഭസ്മം നിരന്തരം തൊടുന്ന ഒരാൾക്ക് അത് ഒരു മന്ത്രജപവും കൂടി ഉണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്തെടുക്കും. പല ക്രമീകരണത്തിലൂടെ നമ്മുടെ ത്വക്കിനെ ആവാഹിക്കാൻ പറ്റുന്ന ക്രമീകരണത്തിലേക്ക് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് മന്ത്രത്തിനും ബന്ധനത്തിനും ഇതുപോലുള്ള ക്രമീകരണത്തിനൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യന് തന്നെ അവൻ്റെ പരിണാമത്തെ അതുകൊണ്ടല്ല ആത്മീയത ഒരു ഫിലോസഫി അല്ല.